നമസ്കാരം. പൂനെയിൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ അപൂർവ രോഗമെന്ന് പൊതുവെ കരുതപ്പെടുന്ന GBS അഥവാ ഗില്ലൻ ബാരി സിൻഡ്രോം 100-ലധികം ആളുകളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ പല രോഗികളും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് കഴിയുന്നത്. സാധാരണഗതിയിൽ മാസത്തിൽ 1-2 GBS കേസുകൾ മാത്രമാണ് പൂനെ പോലുള്ള ഒരു നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. പക്ഷേ ഇവിടെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 100ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് GBS? നമുക്കൊന്ന് നോക്കാം. അപൂർവങ്ങളിൽ അപൂർവമായി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി സ്വന്തം നാഡീവ്യൂഹത്തെ തന്നെ അബദ്ധവശാൽ ആക്രമിക്കുന്ന ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ് GBS. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ഞരമ്പുകളിലെ മൈലിൻ കോശങ്ങളെ ശത്രുവായി തെറ്റിദ്ധരിച്ച് ശരീരത്തിലെ ആന്റിബോഡികൾ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. കരണ്ട് കമ്പിയിൽ കോപ്പർ വയറിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിംഗ് ഉള്ള പോലെ നാഡീഞരമ്പുകൾക്ക് പുറമേയുള്ള ഒരു ആവരണമാണ് ഈ മയലിൻ. നാഡീഞരമ്പുകളിലൂടെ സന്ദേശങ്ങൾ പെട്ടെന്ന് സംപ്രേഷണം ചെയ്യപ്പെടാൻ ഈ മൈലിൻ കവറിംഗ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മൈലിൻ നഷ്ടപ്പെടുമ്പോൾ ഞരമ്പിന്റെ പ്രവർത്തനം അവതാളത്തിലാവും. ചില വൈറസുകളോ ബാക്ടീരിയകളോ കാരണമുള്ള അണുബാധയ്ക്ക് പിന്നാലെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം GBS രോഗം ഉണ്ടാവാറ്. ഈ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും കോശങ്ങളുടെ ചില ഭാഗങ്ങളുമായി നാഡീകോശങ്ങളിലെ മൈലിൻ ഷീറ്റിലെ ചില ഭാഗങ്ങൾക്കുള്ള സാദൃശ്യമാണ് ആന്റിബോഡികൾ തെറ്റിദ്ധരിച്ച് അവയെ ആക്രമിക്കാനുള്ള കാരണം. അപൂർവമായി ചില വാക്സിനുകൾ എടുത്തതിനു ശേഷം GBS ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ കോവിഡ് സമയത്ത് ഇത്തരം ചില വാർത്തകൾ കണ്ടിരുന്നത് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് GBSന്റെ ലക്ഷണങ്ങൾ? ആദ്യം കാലുകളിൽ തരിപ്പായി തുടങ്ങി പിന്നെ കാലുകളിലെയും ഉടലിലെയും കൈകളിലെയും മുഖത്തെയും ഒക്കെ പേശികളെ രോഗം തളർത്തുന്നു. ഇരുന്നാൽ എണീക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, നിൽക്കുമ്പോൾ മുട്ട് മടങ്ങിപ്പോകുന്നു, ബലം കിട്ടുന്നില്ല, കണ്ണ് മുറുക്കി അടയ്ക്കാൻ ബുദ്ധിമുട്ട്, വായ അടയ്ക്കാൻ ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാനും ഇറക്കാനും ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അസെൻഡിങ് പാരാലിസിസ് എന്നാണ് ഇതിനെ പറയുക. എന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലേക്ക് കൂടി വരുന്ന വീക്ക്നെസ്. രോഗം ഗുരുതരമായാൽ നെഞ്ചിലെ പേശികൾ തളരുകയും രോഗിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് വേണ്ടി വരികയും ചെയ്യാം. സംസാരിക്കാനും ഭക്ഷണവും വെള്ളവും ഇറക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടാവാം. അത്തരം ഘട്ടത്തിൽ കുറേ ദിവസം ട്യൂബിലൂടെ ഭക്ഷണവും വെള്ളവും നൽകേണ്ടി വരും. ലക്ഷണങ്ങൾ ഏതാനും ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. ചിലരിൽ പ്രശ്നങ്ങൾ കൂടി വരാം. എത്രയും വേഗം ചികിത്സ തേടുകയാണെങ്കിൽ മിക്കവരിലും ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറ്റിയെടുക്കാം. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ പെർമനന്റായ ശാരീരിക വൈകല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചലനശേഷി നഷ്ടപ്പെടാം. ചികിത്സ ലഭിച്ച 80% ആളുകളെങ്കിലും പരസഹായമില്ലാതെ നടക്കാനുള്ള കഴിവ് 6 മാസത്തിനുള്ളിൽ നേടും. മറ്റു ചിലർ 1 കൊല്ലത്തോളം സമയമെടുത്തേക്കാം. പ്രായം കൂടിയവര്, ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് ഗുരുതരമായി പോകുന്നവര്, നേരത്തെ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരുന്നവർ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം തകരാറിലാകുന്നവർ എന്നിവരിലൊക്കെ ലക്ഷണങ്ങൾ ഭേദമാകാൻ കൂടുതൽ സമയം എടുത്തേക്കാം. പരിപൂർണമായി ലക്ഷണങ്ങൾ ഭേദമാകാതെയും ഇരിക്കാം. എങ്ങനെയാണ് രോഗം കണ്ടെത്തുന്നത്? കൈകാലുകളിലെ പേശികളുടെ ബലവും റിഫ്ലക്സും പരിശോധിക്കുന്നതിലൂടെ രോഗാവസ്ഥയെപ്പറ്റി നിങ്ങളുടെ ഡോക്ടർക്ക് ഏകദേശം ഐഡിയ ലഭിക്കും. ബലവും റിഫ്ലക്സും കുറയുന്ന അറിഫ്ലെക്സിക് ഫ്ലാസിഡ് പാരാലിസിസ് എന്നാണ് GBSനെ പൊതുവെ പറയുക. അതുപോലെ മറ്റ് രോഗങ്ങളല്ല എന്നുറപ്പാക്കാൻ കുറച്ച് രക്തപരിശോധനകളും മറ്റും വേണ്ടിവരും. രക്തത്തിലെ പൊട്ടാസ്യം, CPK, തൈറോയ്ഡ് ഫംഗ്ഷൻ എന്നിവയൊക്കെ എല്ലാ രോഗികളിലും നോക്കേണ്ടി വരും. കൈകാലുകളിലെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് GBSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളിൽ ഒന്നാണ്. നേരത്തെ തന്നെ GBS രോഗം കണ്ടുപിടിക്കാൻ ഈ പരിശോധന സഹായിക്കും. നട്ടെല്ലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ലംബാർ പങ്ക്ചർ ടെസ്റ്റ് GBSൽ സർവ്വസാധാരണമായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നട്ടെല്ലിലെ നീരിൽ അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ പ്രോട്ടീന്റെ അളവ് സാധാരണയിൽ കൂടിയതായി ടെസ്റ്റിൽ കാണാം. ഇൻഫെക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കോശങ്ങളുടെ എണ്ണം നോർമൽ ആയിരിക്കുകയും ചെയ്യും. ഗാംഗ്ലിയോസൈഡ് ആന്റിബോഡി ടെസ്റ്റ് എന്ന പരിശോധനയും ചില അവസരങ്ങളിൽ GBSൽ ചെയ്യാറുണ്ട്. ഇതൊരു സീരിയസ് ആയ രോഗമായതുകൊണ്ട് സ്വാഭാവികമായും GBSന്റേതെന്ന് സംശയിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. രോഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. പേശികളുടെ ബലക്ഷയം കൂടി വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ശ്വസന സംബന്ധമോ ഹൃദയ സംബന്ധമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ചില രോഗികൾ പെട്ടെന്ന് മോശമാകാം. അങ്ങനെയുള്ള കേസുകളിൽ ICU പരിചരണം തന്നെ വേണ്ടിവരും. വെന്റിലേറ്ററിന്റെ സഹായവും വേണ്ടിവരാം. ഇനി എന്തൊക്കെയാണ് ചികിത്സ? ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയും പ്ലാസ്മ തെറാപ്പിയുമാണ് GBSന് ചെയ്യുന്ന ഏറ്റവും പ്രധാന ചികിത്സകൾ.
രോഗപ്രതിരോധ സംവിധാനം നാഡീകോശങ്ങളെ ആക്രമിക്കുന്നതിന് തടയിടാൻ ഇവ സഹായിക്കും. IVAG എന്നത് ചിലവേറിയ ഒരു ചികിത്സാ രീതിയാണ്. ഒരാൾക്ക് 5 ദിവസത്തെ IVAG മരുന്നിന് മാത്രം ഏകദേശം 3-4 ലക്ഷം രൂപയോളം ചിലവ് വരും. IVAG ശരീരത്തിലെ പ്രശ്നക്കാരായ ആന്റിബോഡികളെ ന്യൂട്രലൈസ് ചെയ്യുന്നു, പാമ്പിൻ വിഷത്തിന് ആന്റിവീനം കൊടുക്കുന്നത് പോലെ. പ്ലാസ്മ തെറാപ്പി അഥവാ പ്ലാസ്മ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്ലാസ്മ ഫെറസിസ് എന്നത് ഡയാലിസിസ് ചെയ്യുന്ന പോലത്തെ ഒരു ചികിത്സാ രീതിയാണ്. രക്തം ഡയാലിസിസ് മെഷീൻ പോലത്തെ ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് ആന്റിബോഡികൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ചികിത്സാ രീതിയാണിത്. 1-2 ദിവസങ്ങളിൽ ഏകദേശം 5 തവണയായി ഇത് ചെയ്യേണ്ടി വരും. ഇതിന്റെ ചിലവ് IVAGയേക്കാൾ കുറവാണ്, പക്ഷേ സ്വാഭാവികമായും IVAG അപേക്ഷിച്ച് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചികിത്സാ രീതിയാണ്. പേശികളുടെ ബലം വീണ്ടെടുക്കാനുള്ള ഫിസിയോതെറാപ്പി, പിന്നെ സ്പീച്ച് തെറാപ്പി, സ്വാളോവിങ് എക്സർസൈസുകൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മിക്ക രോഗികൾക്കും ദീർഘകാലം ചെയ്യേണ്ടതായി വരും. GBS വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇത് പൂർണ്ണമായും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. അത്യപൂർവമായൊരു സംഗതിയാണെങ്കിലും ആരിലാണ് എപ്പോഴാണ് ആന്റിബോഡികൾ സ്വന്തം ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ശ്വാസ സംബന്ധവും ഉദര സംബന്ധവുമായ രോഗങ്ങളുണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടുക. വയറിളക്കം, പനി, ചുമ എന്നിവ സാധാരണയിൽ കൂടുതൽ സമയം വിട്ടുമാറാതിരുന്നാലും ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാവൂ. ഭക്ഷണം ചൂടാക്കി മാത്രമേ കഴിക്കാവൂ. ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും അണുബാധകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞ പൂനെയിലെ GBS ഔട്ട്ബ്രേക്ക് അശുദ്ധമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പടർന്ന അണുബാധയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. GBS രോഗം ബാധിച്ച മിക്കവരിലും, പ്രത്യേകിച്ച് കുട്ടികളിൽ, അതിനു മുന്നോടിയായി വയറിളക്കവും വയറുവേദനയും പോലുള്ള ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാമ്പൈലോബാക്ടർ ജിജുനി, E. കോളി തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന വയറിളക്കം GBSലേക്ക് വഴിതെളിക്കാം. പൂനെയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ GBS എന്ന രോഗത്തെപ്പറ്റി ഇക്കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറുപടി തീർച്ചയായും തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.